അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു റാവുത്തർ ബിരിയാണി ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരും ഒന്ന് നല്ലപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബിരിയാണിക്ക് വേണ്ടുന്ന സാധനങ്ങളാണ്. നമുക്ക് സവാള, തൈര്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചിക്കൻ. നമ്മുടെ ജീരകശാല അരിയാണ്. 1 കിലോ ഇല്ല, ഒരു 3/4 കിലോ. ഇത്രയും എങ്ങനെ ഉണ്ടാവും ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു കടായി, 1 കിലോ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടായാണ്. അത് അടുപ്പിൽ വെച്ചു. ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത് പെട്ടെന്ന് ചൂടാക്കി കിട്ടാൻ. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല നല്ല പോലെ പൊട്ടണം. മസാല അതിലേക്ക് കിടന്ന് നല്ല പോലെ ആവണം. എന്നാലാണ് ആ മസാലയുടെ ഒരു മണം കിട്ടുകയുള്ളൂ. ഇതിലേക്ക് സവാള ഇട്ട് കൊടുത്തു. നല്ല പോലെ ഇതിൽ വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ഇട്ട് കൊടുത്തു. നല്ല പോലെ ഒന്ന് തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് റെഡി ആവണം. പച്ചമുളക് നടുവോടെ മുറിച്ചിട്ടു. ഇതിലേക്ക് നമ്മുടെ പുതിന ഇല ഇട്ടു. ഇതൊക്കെ ഞാൻ ഇത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. മല്ലി ഇലയും പുതിന ഇലയും എല്ലാം. തക്കാളിയും പച്ചമുളകും സവാള മാത്രം പുറത്തുനിന്ന് വാങ്ങുന്നതാണ്. മസാലയും ബാക്കിയൊക്കെ ഞാൻ ഇവിടെ നട്ട് വളർത്തുന്നതാണ്. നല്ല പോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടിരുന്നു കേട്ടോ. അതാണ് പെട്ടെന്ന് ഒന്ന് ഇതായത്. നല്ല പോലെ വഴറ്റി വന്ന് ഇതിലേക്ക് ഇനി ഗരം മസാലയും നമ്മൾ നല്ല കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യാണ്. ഇതുണ്ട് ജിഞ്ചർ ഗാർലിക് നല്ല പോലെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും ഗരം മസാലയും ആഡ് ചെയ്യുന്നത്. ഗരം മസാല ഇതിനൊരു സ്പൂൺ ഇട്ടുന്നുണ്ട്. നല്ല പോലെ ഇതാക്കി കുറച്ച് പെപ്പർ പൗഡർ, കുറച്ചൊരു എരിവിൻ്റെ എല്ലാത്തിലും പെപ്പർ പൗഡർ ചേർക്കാം കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് ഇഷ്ടമായാണ് പെപ്പർ ചേർക്കുന്നത്. പെപ്പർ ചേർക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എല്ലാത്തിലും ഇത്തിരി പെപ്പർ ചേർക്കണം. ഞാൻ എന്തുണ്ടാക്കുകയാണെങ്കിൽ ഇത്തിരി പെപ്പർ ചേർക്കും. അതുകൊണ്ടാണ് കേട്ടോ പെപ്പർ ചേർക്കുന്നത്. നമുക്ക് പെപ്പർ ചേർക്കുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ഞാൻ അതിൻ്റെ പെപ്പറിൻ്റെ ഒരു സ്മെല്ല് എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ പെപ്പർ ചേർക്കുന്നത്. നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. നമുക്ക് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് എന്നോട് ആളുകൾ ചോദിച്ചിരുന്നു ഒരു റെസിപ്പീസ് ഇത് റാവുത്തർ ബിരിയാണി ഒരു റെസിപ്പി ഒന്ന് കുറച്ചിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്നോട്. പാലക്കാട് എന്തെങ്കിലും വേറെ സ്പെഷ്യൽ നമുക്കറിയാത്തതാണ്. ഒരു കല്യാണമൊക്കെ പോയി കഴിച്ചിട്ട് ഉണ്ടോ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. നല്ല പോലെ വഴറ്റി കൊടുക്കണം. അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ നൽകി കൊടുക്കണം. നമ്മൾ ചിക്കൻ ആഡ് ചെയ്തു. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ഒന്ന് കുക്കാവാതെ. ഹാഫ് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായ അരി, നമുക്ക് റൈസിന് ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളമാണ്. ഇതിന് ഒരു പാത്രം അരിയുണ്ട്. ഇതിലേക്ക് 2 പാത്രം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
വെള്ളം നല്ല പോലെ തിളച്ചു. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ ഒരു ചിക്കൻ്റെ വെള്ളം. നമുക്ക് ആ റൈസിടുന്ന ഒരു വെള്ളം ഇതാണ്, ഈ കളറാണ്. അപ്പം നമുക്കിതിലേക്ക് കുതിർത്തി വെച്ച ഈ അരി ഇട്ട് കൊടുക്കാം. ബിരിയാണി തുറന്ന് നോക്കാം. നല്ല ടേസ്റ്റി രാവുത്തർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നല്ല രുചിയോടുകൂടി നമുക്ക് രാവുത്തർ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇനി ദിവസവും ഞങ്ങൾക്ക് നല്ല നല്ല റെസിപ്പീസുമായി വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ റെസിപ്പീസ് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.